അതിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡേറ്റ ടൈപ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു AI ഏജന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഡേറ്റ ടൈപ്പ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു നോഡ് ആഡ് ചെയ്യാം. അപ്പോൾ സെറ്റ് നോഡ് ആഡ് ചെയ്യാം. സോ സെറ്റ് നോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു നോഡ് യൂസ് ചെയ്ത് ഒരു സംഭവം ആഡ് ചെയ്യാനും മോഡിഫൈ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു നോഡാണ് സെറ്റ് നോഡ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റ് നോഡ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ആഡ് ഫീൽഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നെയിം, അതേപോലെ തന്നെ സ്ട്രിംഗ് വാല്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയബിളിൻ്റെ നെയിമാണ്. അപ്പം നമുക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. അതേ രീതിയിൽ ഇവിടെ ഒരുപാട് ഡേറ്റ ടൈപ്സ് ഉണ്ട്. സ്ട്രിംഗ്, നമ്പർ, ബൂലിയൻ, അറേ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നെയിം അല്ലെ അഡ്രസ്സ് എന്ന് ഞാൻ ഒരു നെയിം കൊടുക്കാം. ഓക്കെ, നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അഡ്രസ്സ് എന്ന് പറയുന്നത് അതൊരു സ്ട്രിംഗ് ഫീൽഡാണ്. നോർമലി നമ്മൾ അഡ്രസ്സിൽ നമ്മുടെ അഡ്രസ്സിനെ എഴുതുമല്ലോ, അപ്പോൾ അതൊരു സ്ട്രിംഗ് ആണ്. നമുക്കിവിടെ എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. കാസർഗോഡ് 671323. അതിനുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് സ്റ്റെപ്പ് എന്ന് അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഞാനുള്ളത് ടേബിൾ ഫോർമാറ്റിലാണ്. അപ്പോൾ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെയിമാണ്. കാസർഗോഡ് 671323 അതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഞാൻ സ്കീം അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഇവിടെ നെയിം, അഡ്രസ്സ് എന്ന് പറയുന്നത് നെയിമാണ്, ഇതാണ് ഇതിൻ്റെ വാല്യൂ. പിന്നെ ഇവിടെ തൊട്ടടുത്ത് AB എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു നെയിം എന്ന് പറയുന്നത് അതൊരു സ്ട്രിംഗ് ടൈപ്പാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജെയ്സണിൽ നോക്കാം. ജെയ്സണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വാല്യൂ, ഇതിൻ്റെ കീ ആണ്. ഇനിയിപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് കാസർഗോഡ് 671323. ഓക്കെ, അപ്പോൾ നോർമലി ഈ ഒരു അഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് ത്രൂ ഔട്ട് നമ്മുടെ എക്സിക്യൂഷനിൽ അത് ചേഞ്ച് ആവാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു നെയിം, അതായത് അഡ്രസ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ആവില്ല. അപ്പോൾ ചേഞ്ച് ആവുന്നത് ഈ ഒരു വാല്യൂസ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് കിട്ടുന്നത് ഓൾവേസ് അത് സ്ട്രിംഗ് ടൈപ്പ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് വാല്യൂ ആണെങ്കിലും കിട്ടുകോട്ടെ, ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് സ്ട്രിംഗ് ടൈപ്പ് ആയിരിക്കണം. നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂ സ്ട്രിംഗ് ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ഏജ് എന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഏജ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതെന്താവില്ല, സ്ട്രിംഗ് ആയിരിക്കത്തില്ല, അത് നമ്പർ ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ നമ്പർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ 25 എന്നിട്ട് കൊടുക്കാം. ഞാൻ എക്സിക്യൂട്ട് സ്റ്റെപ്പ് എന്ന് അടിച്ചാൽ ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഏജ് 25. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും വാല്യൂസ്, അതായത് ഞാനിപ്പോൾ ജസ്റ്റ് നമ്പർ അല്ലാത്തത് ടൈപ്പ് ചെയ്യാൻ പോയാൽ അതവിടെ ആഡ് ആവത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഏജ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് നമ്പർ മാത്രമാണ്. ഓക്കെ, അതാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബൂലിയൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ബൂലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂലിയൻ എന്ന് പറഞ്ഞാൽ അത് നമ്പറും അല്ല സ്ട്രിംഗും അല്ല, മറിച്ച് ട്രൂ ഓർ ഫോൾസ്, അതായത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന ഒരു സംഭവം. ഫോർ എക്സാമ്പിൾ അവിടെ ഞാൻ ഒരു കാര്യം കൊടുക്കാം, അതായത് എലിജിബിലിറ്റി. ഓക്കെ, എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഒരുത്തൻ, അതായത് അവൻ്റെ വയസ്സ് 18ആണ്. അപ്പോൾ അവന് എലിജിബിൾ ആണോ, വോട്ടിങ്ങിന് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ള പറയുന്ന ഒരു സംഭവമാണ്. അതായത് ശരിയാണോ തെറ്റാണോ, അവിടെ രണ്ടേ വാല്യൂ പോകത്തുള്ളൂ, ഒന്നെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, ഇപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എലിജിബിൾ ആണ്, അല്ല എന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി ഇല്ല, അതായത് എലിജിബിൾ അല്ല. ആ രീതിയിലുള്ള ഒരു ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ആകെ രണ്ട് വാല്യൂ സ്വീകരിക്കത്തുള്ളൂ, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു, അപ്പോൾ അത് നടക്കത്തില്ല. ഓക്കെ, ഞാൻ അവിടെ എന്തെങ്കിലും നമ്പർ എന്ന് ടൈപ്പ് ചെയ്യാൻ പോകുന്നു, അപ്പോൾ അത് അവിടെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് ബൂലിയൻ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ അറേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അറേ എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റാസ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, മൾട്ടിപ്പിൾ ഡേറ്റാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡേറ്റാസ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള സംഭവമാണ് അറേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ട് എന്ന് ഞാൻ അടിച്ചു കൊടുക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എലിജിബിലിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് രണ്ട് വാല്യൂസ് ആണ് ഇവിടെ ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ ഡേറ്റാസ് നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേ എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇട്ട് കൊടുക്കും, അതായത് കളേഴ്സ് എന്ന് പറയുന്നത് ഒരു അറേ ആണ്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യാം. അപ്പോൾ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഡബിൾ കോട്ട് ഇട്ട് ഞാൻ പറയും ഗ്രീൻ. സോ ഗ്രീൻ എന്നിട്ട് കൊടുക്കും, ഒരു കളറായി. രണ്ടാമത്തത് നമുക്ക് വേണമെങ്കിൽ റെഡ്, യെല്ലോ എന്നിങ്ങനെ നമുക്ക് ഡേറ്റാസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എക്സിക്യൂട്ട് സ്റ്റെപ്പ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കളേഴ്സിനുള്ളിൽ ഫസ്റ്റ് കളർ ഗ്രീൻ ആണ്, സെക്കൻഡ് കളർ റെഡ്, തേർഡ് കളർ യെല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അറേ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ 3 അടിച്ചു കൊടുത്തു, എക്സിക്യൂട്ട് അടിച്ചു കൊടുത്താൽ അതും ആക്സെപ്റ്റബിൾ ആണ്. ടോട്ടലി ഈ ഒരു ഡേറ്റ ടൈപ്പിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡേറ്റാസ് ആഡ് ചെയ്യാൻ പറ്റും. എങ്കിൽ നമുക്ക് ഇതിനെ ഒരു സ്ട്രിംഗ് എന്ന നിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നമ്പർ അല്ലെങ്കിൽ സ്ട്രിംഗ് ആയിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റൂല, ആഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, കളേഴ്സ് എക്സ്പെക്ട് അറേ ബട്ട് വി ആർ ഗിവിംഗ്
സ്ട്രിങ്, ഇതൊരു സ്ട്രിങ് ആണ്, അതുകൊണ്ട് ഇത് നടക്കത്തില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറേ ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അതാണ് അറേ. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഒബ്ജക്റ്റ് എന്ന് പറയാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ അറേ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കാൻ പറ്റുക. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഡേറ്റാസ് ഇട്ട് കൊടുക്കാൻ പറ്റും, അത് ഡേറ്റ ടൈപ്സ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒബ്ജക്റ്റ് ഇടുമ്പോൾ ഞാൻ ഒരു കർലി ബ്രേസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ പറയും നെയിം എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ ഒരു കൊമ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും ഏജ് 25. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അറേ ആയിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാൻ ഇതൊരു എഡ്യൂക്കേഷനെ ഒരു അറേ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കും. അറേ എന്ന് പറയുമ്പോൾ SSLC കംപ്ലീറ്റ് ചെയ്തു, പിന്നെ POC കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു സ്ട്രിങ് ഞാൻ ആഡ് ചെയ്തു, അതേ രീതിയിൽ ഒരു നമ്പർ ആഡ് ചെയ്തു, അതേ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അറേയും ആഡ് ചെയ്യാം. ഇപ്പം ഞാനിത് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കളേഴ്സ് എന്ന് പറയുന്നതാണ്. കളേഴ്സ് എന്നല്ല, ഞാൻ ഇവിടെ ഇതിൻ്റെ നെയിം ബയോ എന്ന് ഇട്ട് കൊടുക്കാം, ബയോ സംതിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ എക്സിക്യൂട്ട് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബയോ എന്ന് പറയുന്നതിൽ നെയിം സ്ട്രിങ് ആണ്, ഇവിടെ കാണാൻ പറ്റും AB. ഏജ് എന്ന് പറയുന്ന നമ്പറാണ് എങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അറേ ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ 0, ഫസ്റ്റത്തെ എഡ്യൂക്കേഷൻ SSLC ആണ്, രണ്ടാമത്തെ PUC. വേറൊരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റിനകത്ത് വേറൊരു ഒബ്ജക്റ്റും കൂടി ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഞാൻ ഇട്ട് കൊടുക്കും. അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു നെയിം ഇട്ട് കൊടുത്തു, ഒരു ഡേറ്റ ടൈപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കും address 1. ഒരു സ്ട്രിങ് വേണമെങ്കിൽ സ്ട്രിങ് ഇട്ട് കൊടുക്കാം. അതിനിപ്പോൾ വേണമെങ്കിൽ കൊമ ഇട്ട് വേറൊരു അഡ്രസ്സും കൂടി ആഡ് ചെയ്യും, അഡ്രസ് 2 കാസർഗോഡ്. അപ്പോൾ ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അതിനുള്ളിൽ നമുക്ക് 2 സ്ട്രിങ് ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം. നമുക്ക് അവിടെ കാണാൻ പറ്റും ആകെ ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ വേരിയബിൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ 2 ടൈപ്സ് ഓഫ് മോഡ് ഉണ്ട്. ഇപ്പോൾ മാനുവൽ മാപ്പിംഗ് ആണ് ഇത് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ജെയ്സണിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജെയ്സൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ജെയ്സൺ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഫീൽഡ് ഉണ്ട്. മൈ ഫീൽഡ് 1 AB, അതിന്റെ വാല്യൂ ഇതാണ്. ഓക്കെ, സോ മൈ ഫീൽഡ് 1 എന്ന് പറയുന്നത് അത് വേരിയബിൾ നെയിമാണ്. ആൻഡ് ഇതെന്ന് പറയുമ്പോൾ ഒരു സ്ട്രിംഗ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ AB എന്ന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാല്യൂ അതൊരു സ്ട്രിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ AB എന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനെ വാല്യൂ ഈ രീതിയിൽ മാറ്റിയിട്ട്, അതായത് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ആൾവേസ് അത് ഡബിൾ കോട്ടിനകത്ത് വരും. ഇത് ഡബിൾ കോട്ടിനകത്താണ് ഈ വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം വരിക. അപ്പോൾ ഞാൻ 2 എന്ന് അടിച്ചു കൊടുക്കും. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ AB എന്ന് കാണിക്കുന്നുണ്ട്, 2 ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓക്കെ ഇവിടെ താഴെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 1 എന്ന് പറയുന്ന നമ്പറാണ്, 2 എന്ന് പറയുന്ന സ്ട്രിംഗ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഡബിൾ കോട്ടാണ് അത് തീരുമാനിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഒരു 2നെ ഡബിൾ കോട്ട് റിമൂവ് ചെയ്ത് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2 നമ്പറാണ്. ഓക്കെ, താഴെ ഉള്ളതിന് ഞാൻ ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ സിംഗിൾ കോട്ട് ഇട്ട് കൊടുക്കും. സിംഗിൾ കോട്ട് ജെയ്സണിൽ ഇടാൻ പറ്റൂല, ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് താഴെയുള്ളത് അത് സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൈ ഫീൽഡ് 2 എന്ന് പറയുന്നത് അത് സ്ട്രിംഗ് ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതിപ്പോൾ സ്കീമ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് രീതിയാണ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കാണിക്കുന്നത് സ്കീമയിലാണ്. നമുക്ക് വേണമെങ്കിൽ ടേബിൾ ഫോർമാറ്റിൽ വേണമെങ്കിൽ നോക്കാൻ പറ്റും. ടേബിൾ ഫോർമാറ്റിൽ ഇത് കാണിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജെയ്സൺ ആയിട്ട് തന്നെ നമുക്കിതിനെ നോക്കാൻ പറ്റും. ഞാനിപ്പോൾ സ്കീമയിലേക്ക് പോകും. ഞാനിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അറേ ആഡ് ചെയ്യാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, കളർ എന്ന് പറഞ്ഞ് ഞാൻ ഒരു നെയിം കൊടുക്കും. അപ്പോൾ നെയിം കൊടുക്കുമ്പോൾ ഈ ഒരു ജെയ്സൺ ഫോർമാറ്റിൽ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് നേരത്തെ കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് കളർ എന്ന് മാത്രം കൊടുത്തിട്ട് നമ്മളതിൻ്റെ വാല്യൂ ഡബിൾ കോട്ടിലാണ് കൊടുത്തത്. പക്ഷേ ജെയ്സൺ നമ്മൾ എഴുതുമ്പോൾ വാല്യൂ അതേപോലെ തന്നെ അതിൻ്റെ കീ രണ്ടും ഡബിൾ കോട്ടിൽ വേണം. അത് മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ കോട്ട് വേരിയബിൾ നെയിം ഡബിൾ കോട്ട് കഴിഞ്ഞു. അതായത് നമ്മൾ ഈ ഒരു വേരിയബിൾ ഈ ഒരു ഡബിൾ കോട്ടിനകത്ത് ഇട്ടു, അതിന് ശേഷം കോളൺ ഇട്ട് കൊടുക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഒരു കീയും അതേ രീതിയിൽ അതിൻ്റെ വാല്യൂവിനെ വേർതിരിക്കുന്ന ഒരു പോർഷനാണ്. എന്നിട്ട് ഞാനിവിടെ ഈ ഒരു സിമ്പിൾ ഇട്ട് കൊടുത്താൽ ഇത് അറേ എന്നാണ് പറയുന്നത്. അതായത് ഈ കളർ എന്ന് പറയുന്നത് ഒരു അറേയാണ്. അറേ എന്ന് പറയുമ്പോൾ അത് മൾട്ടിപ്പിൾ ഡേറ്റാസ് ആക്സെപ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് സ്പേസ് വേണമെങ്കിൽ കൊടുക്കാം. ഡബിൾ കോട്ട് ഇട്ടു, എന്നിട്ട് ഞാനിവിടെ ഗ്രീൻ എന്നിട്ട് കൊടുക്കും. ഒരു വാല്യൂ ആയി. നമുക്ക് വേണമെങ്കിൽ റെഡ് രണ്ടാമത്തെ ഇട്ട് കൊടുക്കും. മൂന്നാമത്തെ വേണമെങ്കിൽ നമുക്ക് നമ്പർ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് കൊടുക്കുക. വേറൊരു കാര്യം
എന്ന് പറയുമ്പോൾ ജെയ്സണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വാല്യൂ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോ ഫീൽഡ് കഴിയും തോറും നമുക്കൊരു കൊമ ഇട്ടിട്ടാണ് നമ്മൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക. എങ്കിലിപ്പോൾ ഈ കളർ എന്ന് പറയുന്നത് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് വേറെ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ അഡ്രസ്സ് എന്ന് ഇട്ട് കൊടുക്കും. അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ കർലി ബ്രേസിലാണ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കറണ്ട് അഡ്രസ്സ് എന്ന് ഇട്ട് കൊടുക്കും. ഇതൊരു വാല്യൂ ആണ്, അതായത് ഇതൊരു ഒബ്ജക്റ്റാണ്. ഇത് ആ ഒബ്ജക്റ്റിനകത്തുള്ള ഒരു വേരിയബിൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒബ്ജക്റ്റ് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു സ്ട്രിംഗ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു കൊമ ഇട്ട് അടുത്ത ഞാൻ എഴുതും പെർമനന്റ് അഡ്രസ് കാസർഗോഡ്, ഈ രീതിയിൽ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഞാനിത് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മൈ ഫീൽഡ് 1 എന്ന് പറയുന്ന നമ്പറാണ്, ഇത് സ്ട്രിംഗ് ആണ്. പിന്നെ കളർ എന്ന് പറയുന്നത് അതൊരു അറയാണ്. അറേ ആയതുകൊണ്ട് തന്നെ ആ ഒരു 3 ലൈൻസ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് കളർ ഗ്രീൻ, സെക്കൻഡ് കളർ റെഡ്, തേർഡ് 3 എന്ന് പറയുന്ന നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്പർ എന്ന് പറയുമ്പോൾ ആ ഒരു നമ്പറിന്റെ സിമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്, അതിനകത്ത് 2 സ്ട്രിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു NIT നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് വെച്ചായിരിക്കും നെക്സ്റ്റ് അടുത്ത ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോവുക.